ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കിച്ചൺ ഓഫ് സ്പൈസസ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് ഞാൻ കൂടുതലും മെയിൻ കോഴ്സ് അങ്ങനത്തെ ഫുഡ്സാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി മാങ്ങ പായസമാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയും അരിയും കൂടെ ചേർത്തുകൊണ്ട് നല്ല കിടിലൻ പായസമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. ആ നെയ്യൊന്ന് ചൂട് ഉരുകി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബസ്മതി അരിയാണ്. ബസ്മതി അരി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത്. കാരണം ബസ്മതി അരി അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ അരി ഇച്ചിരി നീളം കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം, ടേസ്റ്റിൽ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബസ്മതി അരി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതേപോലെ നെയ്യിൽ വറുത്തെടുക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പായസത്തിൻ്റെ അരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ പായസ അരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അരി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഞാനിത് നെയ്ക്കകത്ത് വറുത്തെടുക്കുക. നെയ്യിൽ നല്ലതുപോലെ വറുക്കുന്നത്, ഒരുപാട് കരിഞ്ഞു പോയത്, എന്നാലും ആ ഒരു അരി നല്ല നെയ്യിൽ അതൊന്ന് വരണ്ട് വരണം. അപ്പം നമ്മുടെ അരി ഏകദേശം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി ഞാൻ കാണിക്കുന്ന പോലെ നല്ലതുപോലെ നെയ്യിലിങ്ങനെ വരട്ടി വന്നേക്കാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കും. ഇത് സാധാ എന്താ പറയുക, നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ പാല് അതിനകത്ത് ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പാലൊന്ന് തിളച്ച് വരണം. നല്ലതുപോലെ നമുക്ക് ഇതല്ല, ഇതിനെക്കാട്ടി കുറച്ചും കൂടെ കുറുകിയാണ് നമുക്ക് അവസാനം പായസം ഇരിക്കേണ്ടത്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ഒരു കുങ്കുമപ്പൂവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതും പാലും കുങ്കുമപ്പൂവും അരിയും കൂടെ നല്ലതുപോലെ തിളച്ചെന്ന് വെച്ചാൽ നമ്മുടെ അരി വേവുന്നിടം വരെ തിളയ്ക്കണം. അതാണ് നമ്മുടെ കാരണം അരി ശരിക്കും വേവാൻ കുറച്ച് ടൈം എടുക്കും. ഇതൊന്ന് പൊടിച്ചതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കില്ല. അപ്പോൾ അരി വെന്ത് ഈ പാലിൽ കിടന്ന് വേവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് പായസത്തിന് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞതുപോലെ അരിയും പായസം എല്ലാം, അരിയും പാലും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ചൊന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. പക്ഷെ ഞാൻ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. പഞ്ചസാര ചേർക്കും. പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം ഒരുപാട് കൂടിപ്പോയത്, കാരണം നമ്മൾ അവസാനം ഇതിനകത്ത് മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം പഴുത്ത മാങ്ങ ചേർക്കണം. അപ്പം മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര അനുസരിച്ച് കുറയ്ക്കുക. അല്ല മധുരം കുറവാണെങ്കിൽ പഞ്ചസാര അനുസരിച്ച് ആ ഒരു കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ഇതിനകത്ത് കിടന്ന് തിളച്ചിട്ട് നമുക്ക് അരി നല്ലതുള്ള വേവാം. വേവുന്നിടം വരെ ഇത് കിടന്ന് തിളക്കട്ടെ. അത് തിളച്ച് തൂവാൻ സൂക്ഷിക്കണം. അത് സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പൊങ്ങി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ അതൊന്ന് തിളച്ച് തൂവാതിരിക്കും. അപ്പം നമ്മുടെ അരി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഏലക്ക നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ സമയത്ത് ഏലക്കയും പൊടിച്ചെടുത്തു. അതേപോലെ തന്നെ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഞാൻ വരട്ടിയും കൂടെ വെച്ചു. അത് ഈ സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ജസ്റ്റ് അത് സമയമാകുമ്പോൾ ജസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നെയ്യിൽ വരട്ടി വെക്കുക. അതേപോലെ ഏലക്കയും കൂടെ ആവശ്യത്തിന് പൊടിച്ചും കൂടെ വെക്കുക. നമ്മുടെ അരി ഞാൻ വെന്തോ നോക്കുകയാണ്. അരി ഏകദേശം വെന്ത് കഴിഞ്ഞു, ഒരു 90% വെന്ത് കഴിഞ്ഞു. ഈ സമയത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഏലക്കപ്പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ മധുരവും കൂടെ ഉണ്ടോ എന്ന് നോക്കി. ഇപ്പം മധുരവും ആവശ്യത്തിനുണ്ട്. ഇനി മാങ്ങയും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ മധുരം വരും. അപ്പം അതും ഏകദേശം കറക്റ്റാണ്. പിന്നെ ഈ പായസം പൊതുവെ അറിയാമല്ലോ, കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പായസം അങ്ങ് കുറുകി തുടങ്ങും. അതുകൊണ്ട് എന്നാ പറയാം, ഒരുപാട് നമുക്ക് ലൂസാകാതെ നമുക്ക് വെക്കാം. അത് ഞാൻ ഇതിനകത്ത് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കണ്ടാലറിയാം നമ്മുടെ പായസം ഏകദേശം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുമുണ്ട്. നമ്മുടെ അരിയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലാം പാകത്തിനുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടല്ലേ. അപ്പോൾ അരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% വെന്തുള്ളൂ. ബാക്കിയും കൂടെ ഒന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ധൃതി ഉണ്ടെങ്കിൽ നമുക്ക് അരി ജസ്റ്റ് കുക്കറിലൊന്ന് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിന് ഈ ഒരു ഒറിജിനൽ ടേസ്റ്റ് ആയിട്ടില്ല. പാലിൽ കിടന്ന് വേവിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. പക്ഷെ മറ്റേത്
പെട്ടെന്ന് ഉണ്ടാക്കണം, പെട്ടെന്ന് നമുക്ക് പായസം കഴിക്കണം ഒരു മോഹം തോന്നി, പക്ഷെ ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അരി വേവിച്ചിട്ട് പാല് തിളച്ച പാലിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടെ വീണ്ടും തിളക്കിയാണ്, അത് പുറത്ത് പോവാതെ ഞാൻ നോക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കുറുകി അരിയും കൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഒരു പഴുത്ത മാങ്ങ എടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചൊന്ന് പൾപ്പാക്കുന്നുണ്ട്. ഞാൻ 2 രീതിയിലാക്കുന്നുണ്ട്, പൾപ്പും ആക്കുന്നുണ്ട്, പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അതിനകത്ത് ഇങ്ങനൊരു കുറച്ച് പീസസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, കാരണം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പായസം ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മാങ്ങ നമുക്ക് ലാസ്റ്റാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ പായസം ഒന്ന് തണുക്കണം, നല്ലതുപോലെ തണുത്തിട്ട് വേണം നമ്മൾ മാങ്ങ അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും. ചൂട് പാലിനകത്തേക്ക് നമ്മൾ മാങ്ങ പൾപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഇതൊന്ന് നമുക്ക് തണുപ്പിച്ച് വെക്കാം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എടുത്ത് നമുക്ക് മാങ്ങ പൾപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാം സെറ്റായി. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പും കൂടെ ബാക്കിയേ ഉള്ളൂ. അപ്പം ഞാനിത് എന്താ പറയുക, നമ്മുടെ തീ ഓഫ് ചെയ്തിട്ട് ഞാനിത് തണുപ്പിക്കാൻ വെക്കാൻ പോവാം കേട്ടോ. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പായസം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പാല് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ കാണുന്നുണ്ട് കുറച്ച് പാലിൻ്റെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ നമ്മുടെ മാങ്ങ പൾപ്പും കൂടെ ചേർക്കുകയാണ്. ഇത് നല്ല പഴുത്ത മാങ്ങയാണ്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാങ്ങാ പൾപ്പാണ് ചേർത്തേക്കുന്നത്. അത് എന്താ പറയുക, വീട്ടിലെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടെ പൾപ്പ് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 പേർക്കുള്ള പായസമാണ് എടുത്തേക്കുന്നത്. അപ്പം മാങ്ങാ പൾപ്പും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഈ പൾപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങ ക്രഷ് ചെയ്തതും കൂടെ ഉണ്ട്. അപ്പം നോക്കിയാൽ കാണാൻ പറ്റും. എന്നാ പറയാ, നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മാങ്ങ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ, മാങ്ങയുടെ ആ ഒരു പീസസ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് പായസം കഴിക്കുന്നതിനകത്ത് ഈ മാങ്ങയുടെ ഒരു പീസും കൂടെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അതെ, ഞാൻ കാണിച്ചതുപോലെ മാങ്ങയുടെ ആ ഒരു പീസസ് കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല, കുറച്ചായിട്ടുള്ള പീസാണത്. ഇപ്പം സൂക്ഷിക്കണം, നമ്മൾ തണുപ്പിച്ചിട്ടാണ് മാങ്ങ പൾപ്പ് ചേർത്തേക്കുന്നത്. നമ്മൾ ഗ്യാസ് ഒന്നും വെക്കണ്ട, നമ്മുടെ പായസം എല്ലാം സെറ്റായി. ഞാൻ ഇതിനകത്തേക്ക് എന്നാ പറയാ, നമ്മുടെ പായസം ഒഴിച്ചു കൊടുക്കുക ചെയ്യണം. ഞാനിത് കുറച്ച് ബദാമൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിട്ട്, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.